ജോർദാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു മലയാളി വെടിയേറ്റ് മരിച്ചു. തിരുവനന്തപുരം തുമ്പ സ്വദേശിയായ ഗബ്രിയേൽ തോമസാണ് ജോർദാൻ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചത്. കാലിൽ വെടിയേറ്റ ഒപ്പമുണ്ടായിരുന്ന ബന്ധു എഡിസൺ നാട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. ഗബ്രിയേലിന്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. സന്ദർശന വിസയിലാണ് ഗബ്രിയേൽ തോമസും എഡിസണും ജോർദാനിലെത്തിയത്. അവിടെ നിന്ന് ഫെബ്രുവരി 10 അനധികൃതമായി ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതിനിടെ ജോർദാൻ സേന ഇവരെ തടഞ്ഞെങ്കിലും ഇവർ പാറക്കെട്ടുകളിൽ ഓടി ഒളിച്ചു. തുടർന്നുള്ള വെടിവയ്പിൽ തലയ്ക്ക് പരിക്കേറ്റ ഗബ്രിയേൽ തോമസ് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു. എംബസിയിൽ നിന്ന് ഇന്നലെയാണ് ഗബ്രിയേൽ തോമസിന്റെ മരണമറിയിച്ച് മെയിൽ ലഭിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന എഡിസൺ കാലിന് വെടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ ഇയാളെ കേരളത്തിലേക്ക് തിരികെ അയച്ചു. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. 5-ാം തീയതി ഇവിടെ നിന്ന് പോയി. 5-ാം തീയതി ഇവിടെ പോയി തീർന്നതിന് ശേഷം പിന്നെ അതിനുശേഷം ഫോണൊന്നും വന്നിട്ടില്ല. എവിടെയാണ് എന്താണെന്ന് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ 9-ാം തീയതി ഫോൺ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സേഫ്റ്റിയായിട്ട് റൂമിലുണ്ട് എന്ന് മാത്രം തന്നെ ഒരു വാക്ക് മാത്രം തന്നെ സംസാരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ തടവിലാണ്. 4 പേരെയും ഇസ്രയേലിലേക്ക് കടത്താൻ ഏജന്റ് ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് പോലീസും ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു. കുടുംബത്തിന്റെ ആവശ്യം അടൂർ പ്രകാശ് MP വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.